എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക പ്രശ്നങ്ങൾ ചിലർ സ്വയം ചികിത്സിക്കാറുണ്ട്, പ്രത്യേകിച്ച് ശീഘ്രസ്ഖലനങ്ങൾ അതുപോലെയുള്ളവ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്വാഭാവികമായ ഒരു ശീഘ്രസ്ഖലനത്തിന് സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുമെങ്കിലും സാധാരണയായ ഒരു സ്ഖലനത്തിന് 5 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ് ദൈർഘ്യമെന്നും പറയാറുണ്ട്. എന്നാൽ 5 മിനിറ്റിൽ കുറയുന്നത് കൊണ്ടാണ് അത് ശീഘ്രസ്ഖലനമെന്ന് പറയുന്നത്. പങ്കാളിക്ക് രതിസുഖം കിട്ടുന്നുണ്ടോ എന്നതാണ് ഇതിൽ പ്രധാനം. ഇത് സംഭവിക്കുന്നുവെങ്കിൽ ശീഘ്രസ്ഖലനത്തിന്റെ പ്രധാന കാരണം ചിലപ്പോൾ ഉത്കണ്ഠയാകാം. ഇത് ഒഴിവാക്കാൻ ആവശ്യമായ ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്തിങ് പോലൊന്ന് ശീലിക്കുന്നതും ഉത്കണ്ഠ കുറയ്ക്കും. സിസ്റ്റമാറ്റിക് ഡിസൈൻസൈസേഷൻ ടെക്നിക്കും ഉപയോഗിക്കുക. ശീഘ്രസ്ഖലനമുള്ള പുരുഷൻ റിലാക്സേഷൻ ചെയ്തു കഴിഞ്ഞ് സ്വസ്ഥമായൊരിടത്തിരുന്ന് പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം തുടക്കം മുതൽ ഓരോ ഘട്ടവും ഒരു സിനിമ കാണുന്നത് പോലെ ഭാവനയിൽ കാണുന്ന രീതിയാണത്. ഉത്കണ്ഠ തോന്നുന്ന ഘട്ടത്തിൽ ഭാവന നിർത്തി റിലാക്സ് ചെയ്യുക. തുടർന്നും ഭാവന തുടരുക. തീയിടുക, അണക്കുക, തീയിടുക, വീണ്ടും അണക്കുക എന്ന മട്ടിൽ. ഇത് പൂർത്തിയായാൽ ശീഘ്രസ്ഖലന സാധ്യത കുറയും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീ മുകളിൽ വരുന്ന പൊസിഷനുകളിൽ ശീഘ്രസ്ഖലന സാധ്യത കുറയും. ഈ രീതിയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നിക്കും പരീക്ഷിക്കുക. സ്ഖലനം നടക്കാറാകുമ്പോൾ പുരുഷൻ സൂചന നൽകുകയും പങ്കാളി ചലനം നിർത്തുകയും വേണം. സ്ഖലന സാധ്യത മാറിയാൽ വീണ്ടും ആരംഭിക്കുക. ഇങ്ങനെ പലവട്ടം ആരംഭിച്ച് അവസാനിപ്പിക്കുന്ന രീതി ശീഘ്രസ്ഖലനത്തിൽ നല്ലതാണ്. ഇനി അശ്ലീല ചിത്രങ്ങളോടുള്ള ആസക്തിയുള്ളവരാണെങ്കിലോ? അതെ, അശ്ലീല ചിത്രങ്ങൾ മുതൽ വീഡിയോ വരെയുള്ള ഫോണുകളോട് അടിമത്ത മനോഭാവം വരുന്ന അവസ്ഥയാണിത്. സ്മാർട്ട് ഫോൺ യുഗത്തിൽ ഇത് ഏറെ കൂടിയിട്ടുണ്ട്. കൗമാരക്കാരിലാണ് ഈ പ്രശ്നം കൂടുതലെങ്കിലും മധ്യവയസ്സുള്ളവരിലും കൂടി വരുന്നതായി വിദഗ്ധർ പറയുന്നു. മറ്റു കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെച്ച് പതിവായി ചിലപ്പോൾ ദിവസം പലതവണ അശ്ലീല വീഡിയോകളും മറ്റും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷനിലേക്ക് നീങ്ങുകയാണെന്ന് പറയാം. പലരും പിരിമുറുക്കത്തിനുള്ള പരിഹാരമായി കൂടിയാണ് അശ്ലീല ദൃശ്യങ്ങൾ കാണാറ്. അത് സ്വയം തിരിച്ചറിയുക, മറ്റു കാര്യങ്ങളിൽ വ്യാപ്തരാവുക. അശ്ലീല വീഡിയോ കാണുന്നതിന് ദിവസം എത്ര സമയം ഉപയോഗിക്കുന്നുവെന്നും സ്വയം ധാരണയുണ്ടാക്കുകയും പതിവായി അത് കാണുന്ന സമയത്ത് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ സ്വയം അകപ്പെടുകയും ചെയ്യുക. ഉദാഹരണമായി ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ സമയം ചെലവഴിക്കുന്നത് പോലെ. ഒരെണ്ണം കണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയാവും കണ്ടു തുടങ്ങുക. എന്നാൽ ഒന്ന് കണ്ട് മറ്റൊന്ന് കണ്ട് പിന്നെയും കണ്ടുപോകുന്ന ശീലം ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടണം. അതുപോലെ ഇനി വലിപ്പക്കുറവാണോ പ്രശ്നമെങ്കിലോ? ലിംഗവലിപ്പക്കുറവ് ലൈംഗിക ജീവിതത്തിൽ പ്രശ്നമായി മാറുന്ന മൈക്രോ പെനിസ് അവസ്ഥയിലുള്ളവരും അത്യപൂർവമാണ്. അമിത വണ്ണമുള്ളവരിൽ വണ്ണം കുറച്ചാൽ ലിംഗനീളം കൂടുന്നതായി കാണാം. യഥാർത്ഥത്തിൽ നീളം കൂടുകയില്ല, ലിംഗത്തിന്റെ ചുവടുഭാഗത്ത് അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് കുറയുമ്പോൾ പൂർണ്ണ രൂപത്തിൽ ദൃശ്യമാകുന്നതാണിത്. ഇത് യോനി പ്രവേശനത്തിനും ഗുണകരമാണ്. ഉദ്ധരിച്ച അവസ്ഥയിൽ 1-2 ഇഞ്ച് വലിപ്പം മാത്രമല്ല ലിംഗത്തിനും ലൈംഗിക സുഖം നൽകാനാകും. സ്ത്രീയിൽ ആദ്യം 3-4 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമേ സ്പർശനവും സമ്മർദ്ദവും അറിയാനുള്ള ശേഷിയുള്ളൂ. ലിംഗവലിപ്പം കൂട്ടാനായുള്ള ശസ്ത്രക്രിയ ഒഴികെയുള്ള മാർഗങ്ങളെല്ലാം ഇതിന് പ്രയോജനരഹിതവുമാണ്.